എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൻ്റെ അടുക്കിലെത്തി. യോനയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. യോനയുടെ പുസ്തകം ഈ ലോക ജീവിതത്തിൽ നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങളെക്കുറിച്ചാണ് യോന ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ അനുദിനം അഭിമുഖീകരിക്കുന്ന വിവിധ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല, ചില അവസരങ്ങളിൽ അവയാൽ വിഴുങ്ങപ്പെട്ടു പോകുന്ന അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. സാഹചര്യങ്ങളാൽ നാം വിഴുങ്ങപ്പെട്ടു പോയാൽ ജീവിതത്തിൽ എത്തേണ്ട സ്ഥാനത്ത് ചെന്നെത്തുവാൻ കഴിയാതെ ദുഃഖിച്ച് തളർന്ന് തളടിയാവും. പ്രതികൂല സാഹചര്യങ്ങളെ ആരും ആടി വിളിക്കാറില്ലെങ്കിലും ദൈവാലോചനയും ലക്ഷ്യവും ഉദ്ദേശവും വിട്ട് ഓടുമ്പോൾ നാം പ്രതികൂല സാഹചര്യങ്ങളെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഇതിന് ഒരു ഉദാഹരണമത്രേ യോനയുടെ ജീവിതം. യോനയുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ താന് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ചരിത്രം കാണാൻ കഴിയും. അത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല, പിന്നെയോ യോന മനഃപൂർവ്വം ആ നിലയിൽ എത്തിച്ചേർന്നതാണ്. യോന ദൈവത്തിന് അരുളപ്പാടും ആലോചനയും നിരസിച്ച് തർശീശിലേക്ക് യാത്രയായി. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള യാത്ര യോനയ്ക്ക് പ്രതികൂല സാഹചര്യത്തെ വിളിച്ചു വരുത്തി. മഹാമത്സ്യത്താൽ വിഴുങ്ങപ്പെട്ട യോനയ്ക്ക് ഇനിയും എന്ത് ചെയ്യുവാൻ കഴിയും? തൻ്റെ ഓട്ടവും സ്വയ തീരുമാനങ്ങളും തന്നെ ഞെരുക്കി തകർക്കുന്ന സാഹചര്യത്തിൽ ആക്കി തീർത്തു. ഇനി എത്ര ശ്രമിച്ചാലും തന്നെത്താൻ പുറത്തു വരാത്ത അവസ്ഥയിൽ അവനായിത്തീർന്നു. ഈ വിഴുങ്ങപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനുള്ള മാർഗം എന്താണ്? ഏത് സാഹചര്യത്തിലും വിടുതൽ നൽകുവാൻ ദൈവത്തിന് കഴിയും. യോനയോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ ഏത് നിമിഷത്തിലും ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലായിരുന്നു യോന. എങ്കിൽ യോന ഹൃദയം തകർന്നവനായി പ്രാർത്ഥിക്കുന്നു. കരയുന്ന യോനയെ കരുതുവാൻ ദൈവം ശക്തനും മനസ്സലിയുള്ളവനുമാണ്. യോന പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വലിയ കരം വലിയ മത്സ്യത്തെ നിയന്ത്രിച്ച് യോനയെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചു. മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും ദൈവം യോനയെ വിടുവിച്ചു. വിടുതൽ ഇനിയും ഇല്ല എന്ന് നാം ചിന്തിച്ചു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളിലും വിടുതൽ നൽകുവാൻ ദൈവം തന്നിൽ ആശ്രയിക്കുന്നവർക്ക് മതിയായവനാണ്. പ്രിയരെ, ദൈവേഷ്ടം ചെയ്യുവാൻ നാം മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ വിഴുങ്ങപ്പെടേണ്ട സാഹചര്യങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ച് ദേശത്തിലെ നന്മ അനുഭവിപ്പാൻ ഭാഗ്യമുള്ളവരാക്കി തീർക്കും. ആകയാൽ ദൈവഹിതം ചെയ്യുവാൻ വിനയത്തോടുകൂടെ ദൈവഭാഗം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ലോകം നമ്മെ വിഴുങ്ങിക്കളയാതെ സൂക്ഷിക്കേണ്ടതിന് ഉയരത്തിലേക്ക് നോക്കുന്നവരായി ദൈവത്തിൻ്റെ ആലോചനയെ നടത്തപ്പെടുന്നവരായി നമുക്ക് തീരാം. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ തളർന്നു പോകാൻ ഒരിക്കലും ദൈവം നമ്മെ അനുവദിക്കുകയില്ല. ഏത് സമയത്തും നമുക്ക് ദൈവസന്നിധി അടുത്തുമല്ല. പ്രാർത്ഥനയാൽ നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുകയും അത്ഭുതകരമായി നാം ആയിരിക്കുന്ന ഏത് പ്രശ്നങ്ങളും നമ്മെ വിടുവിച്ച് പരിപാലിക്കുകയും ചെയ്യും.